എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ഉഴുന്നുവടയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഈ ഒരു ഉഴുന്നുവടയിലേക്ക് ഞാൻ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എങ്കിലും നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് ഉഴുന്നുവട ഇവിടെ പാകമായി കിട്ടിയിട്ടുള്ളത്. കണ്ണിന് കാണാൻ മനോഹരമാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ഉഴുന്നുവട നല്ല മുരുമുരാന്ന് തന്നെയാണ് മുരിച്ചെടുത്തിട്ടുള്ളത്. അധികമൊന്നും എണ്ണയൊന്നും കുടിക്കാതെ വളരെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുന്ന ഉഴുന്നുവട എങ്ങനെയാണ് വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ഉഴുന്നുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഞാനൊരു സൂത്രവും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ ഈ ഒരു പാചക രീതി നിങ്ങൾക്ക് വളരെ തന്നെ എളുപ്പമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നല്ല ക്രിസ്പി ഗുണ്ടുമണി ഉഴുന്നുവട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഉഴുന്നൊന്ന് കുതിർത്തിയെടുക്കണം. എടുത്തിട്ടുള്ള ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് പാത്രത്തിലേക്ക് മാറ്റിയാൽ നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതൊന്ന് കുതിർന്നു വരാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് ഉഴുന്ന് കൊണ്ട് ഉഴുന്നുവട ഉണ്ടാക്കുവാണെങ്കിൽ ഒരു 18 എണ്ണമാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അത്രയും വലിപ്പത്തിലല്ല നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ആവശ്യമായ ഒരു അളവിലാണ്. ഇനി നമുക്ക് ഈ ഉഴുന്നിനെ ഒരു 2 മണിക്കൂർ നേരമാണ് കുതിർത്തിയെടുക്കേണ്ടത്. ആദ്യം 1 മണിക്കൂർ പുറത്ത് വെച്ചും അതിനുശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുമാണ് നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കേണ്ടതും. 1 മണിക്കൂറിന് ശേഷം ഉഴുന്ന് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറയുന്നത് ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ അധികം വെള്ളം ഉപയോഗിച്ചല്ല അരച്ചെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മിക്സി കുറച്ച് ഹീറ്റ് ആകാനൊക്കെ സാധ്യതയുണ്ട്. ആ ഒരു ഹീറ്റ് കുറക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നതും. ഈ ഒരു അറിവ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സമയം ഉഴുന്ന് കുതിർത്തിയെടുക്കുവാണെങ്കിൽ ധാരാളം എണ്ണ കുടിക്കാനും സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഉഴുന്നൊന്ന് കുതിർന്ന് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഉഴുന്നിനെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഉഴുന്ന് നല്ല പോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ കൂടെ വെച്ച് കൊടുക്കാം. മാക്സിമം ഒരു 3 മണിക്കൂർ മാത്രം നമുക്ക് ഉഴുന്ന് കുതിർത്തിയെടുത്താൽ മതിയാകും. ഈ ഒരു വട തയ്യാറാക്കി എടുക്കുമ്പോൾ ധാരാളമായി എണ്ണ കുടിക്കുന്നു എന്ന് ഒരുപാട് കൂട്ടുകാർ പറയാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുതിർത്തിയ ഉഴുന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ ഈ ഉഴുന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റുവാണ്. 1 മണിക്കൂറും കൂടെ കഴിയുമ്പോൾ ഉഴുന്നെടുത്തിട്ട് നമുക്കൊന്ന് ഊറ്റിയും കൂടെ വെക്കേണ്ടതാണ്. ഞാനിപ്പോൾ 2 മണിക്കൂർ കൊണ്ടാണ് ഉഴുന്ന് കുതിർത്തിയെടുത്തിട്ടുള്ളത്. അരിപ്പയിലൂടെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുള്ള ഉഴുന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. 1 കപ്പ് ഉഴുന്നാണെങ്കിലും നമുക്കിത് 2 തവണ കൊണ്ടാണ് അരച്ചെടുക്കാൻ സാധിക്കുന്നത്. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് വളരെ കുറച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാനും കൂടുതൽ സമയം തന്നെ ആവശ്യമായി വരും. അതുകൊണ്ടാണ് 2 തവണകളായിട്ട് നമ്മളിവിടെ അരച്ചെടുക്കുന്നതും. അതുപോലെ തന്നെ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ 1 സ്പൂൺ അളവിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ ഉഴുന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ക്രീമി ടെക്സ്ചറിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമതും മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. രണ്ടാമത് അരച്ചെടുത്തിട്ടുള്ള ഉഴുന്നും അതേ പാത്രത്തിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. ഇനി അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ അളവിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഉഴുന്ന് ഞാനിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടാണ് നമുക്ക് ഈ ഉഴുന്ന് ഇവിടെ അരച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കേണ്ടതും. ഇനി ഒരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ഉഴുന്ന ഒരു 1/2 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ച് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുമ്പോഴാണ് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതും. ഇനി നമുക്ക് ഈ ഉഴുന്നിനെ ഒന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കാം. 1/2 മണിക്കൂറിന് ശേഷം വീണ്ടും മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഉഴുന്ന് നല്ല പോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തപ്പോൾ ഒന്ന് അയഞ്ഞ പരുവത്തിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ അതൊന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാം. ഒരു ചെറിയ സവാള ചേർക്കണം. ഇതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി നുറുക്കിയതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യമായ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ മാവൊന്ന് കട്ടിയാക്കി എടുക്കുന്നതിനായിട്ട് 2 സ്പൂൺ അളവില് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൂട്ട് ചേർത്ത് ഉഴുന്നുവട തയ്യാറാക്കുവാണെങ്കിൽ ഒരു തരി പോലും എണ്ണ കുടിക്കാതെ തന്നെ നല്ല ക്രിസ്പി ഉഴുന്നുവട നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു നുള്ളു കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയാൽ
കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. മാവ് കുഴച്ചെടുക്കുന്ന സമയത്തും ലൂസായിരിക്കുവാണെങ്കിൽ ഒരു സ്പൂൺ കൂടെ കോൺഫ്ലോർ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കോൺഫ്ലോറിന് പകരമായിട്ട് നിങ്ങൾക്കിതിലേക്ക് അരിപ്പൊടിയും ചേർക്കാവുന്നതാണ്. നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാവിൽ നിന്നും കുറച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ കലങ്ങി പോവാതെ ഈ ഒരു രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളതെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ മാവ് ഓക്കെയാണ്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ്സിൽ ഇതുപോലെ ഒരു തടിച്ച പ്ലാസ്റ്റിക് ചുറ്റിയിട്ട് റബ്ബർ ബാൻഡ് ഒന്ന് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ഉഴുന്നുവടയ്ക്ക് ഹോളൊക്കെ ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇടാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പേടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഈ ഒരു ഗ്ലാസിന്റെ മേലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നടുഭാഗത്ത് ഇതുപോലെ ഒരു ഹോൾ ഇട്ടതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം. നടുഭാഗത്ത് ഇത് ഹോൾ ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത വടയും നമുക്ക് മാവ് ഇതുപോലെ വെച്ചു കൊടുക്കാം. നടുഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ 3 വട നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വട കാണാലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വട ഇവിടെ പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ഗോൾഡൻ കളറിലേക്കൊന്ന് ആയി വരുന്ന താമസം മാത്രമേ ഉള്ളൂ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാനായിട്ടും. ഇനിയിപ്പോൾ ഇതുവരെ നിങ്ങൾ വട ഉണ്ടാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ എളുപ്പമാണ്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്തൊക്കെ നോക്കുക. വട ഉണ്ടാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉഴുന്ന് അധികം കുതിർത്താതിരിക്കുക. ഉഴുന്നിലേക്ക് ചേർക്കുന്ന വെള്ളത്തിന്റെ അളവും വളരെ തന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ടും. ഇനിയിപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ പോരായ്മ കുറവ് തോന്നുവാണെങ്കിൽ കുറച്ചായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാനായിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഉഴുന്നുവട ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കാതെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത നല്ല പെർഫെക്റ്റ് വട നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പാചകം അറിയാത്ത കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാചക രീതിയാണ്. ഇപ്പോൾ ആദ്യത്തെ വട ഞാൻ കോരി മാറ്റിയതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ഞാനിതുപോലെ ഒന്ന് ഹോളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷമായിരിക്കണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതും. അങ്ങനെ രണ്ടാമത് നമ്മുടെ കൈ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള വടയും ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉഴുന്നുവട തയ്യാറാക്കി എടുക്കാനായിട്ട് ആർക്കും അറിയില്ല എന്ന് പറയേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. ഒരു ബുദ്ധിമുട്ടുമില്ല. അത് നല്ല സ്വർണ്ണ നിറത്തിലാണ് നമ്മൾ ഈ ഉഴുന്നുവട ഇവിടെ മുരിച്ചെടുത്തിട്ടുള്ളതും. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ഉഴുന്നുവട ഇനി നിങ്ങളെല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് പ്രയോജനകരമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നാളെയും ഞാൻ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.